പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഓപ്പണായിട്ട് നിങ്ങളോടാണ് എനിക്ക് അത് സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധത, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ അത് ഒരു ദുഷ്ടശക്തികൾക്കും നമ്മളെ തകർക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി തെളിയുന്നത്. ഇന്ന് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് വളരെ ഉയർന്ന പൊസിഷൻസിലിരിക്കുന്ന അതിസമ്പന്നന്മാരായിട്ടുള്ള എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിളിക്കുകയും സംസാരിക്കുകയും എന്നെ നേരിട്ട് കാണാനായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ, പലരുടെയും ജീവിതത്തിൽ മഠത്തിൽ വന്ന് എന്നെ കണ്ടുപോയി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതിനനുസൃതമായിട്ട് ചെയ്യുകയും അതുമായി മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് അതിശക്തമായിട്ട് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തെക്കുറിച്ച് ജനം സംസാരിച്ചു തുടങ്ങി. വളരെയധികം അഭിമാനം. നമ്മൾ എത്ര മാർക്കറ്റ് അല്ലെങ്കിൽ എത്ര ആൾക്കാരെടുത്ത് ഘോരഘോരമായി സംസാരിച്ചാലും ജനങ്ങൾക്ക് അനുഭവം ഉണ്ടാവണം. അപ്പോൾ ഇവിടുത്തെ എന്താണ് പ്രത്യേകത? ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന പൊസിഷൻസിലുള്ളതും നല്ല സമ്പത്തുള്ളവരും നല്ല വ്യക്തികളും അതുപോലെ തന്നെ സമൂഹത്തിൽ എല്ലാ കാറ്റഗറിയും, അതായത് പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ ഏതു മതമാവട്ടെ, അവൻ മുസ്ലിം ആവാം, അവൻ ഹിന്ദു ആവാം, അവൻ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള ആളാവാം. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു രാജ്യത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ എനിക്ക് അഭിമാനം എന്താണ്? പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാർക്കും ജാതിയുമില്ല, മതവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കറുത്തവനാണോ വെളുത്തവനാണോ വിദ്യാഭ്യാസമുള്ളവനാണോ സമ്പന്നനാണോ ദരിദ്രനാണോ എന്നൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കാണാൻ വരുന്നു. അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ വളരെ വലിയ അഭിമാനമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു 1, 2, 3 വീട്ടുകാർ എന്നോടുള്ള ഒരു പേഴ്സണൽ റിവഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് ഇത്രയധികം ആൾക്കാർ കാണാൻ വരുന്നത്, ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത, ഇദ്ദേഹത്തിന്റെ പാസ്റ്റിൽ ബിസിനസ്സൊക്കെയും ചെയ്ത് നടന്നിരുന്ന ഇദ്ദേഹത്തിന് ഒരുപാട് കേസുകളും വളരെ മോശപ്പെട്ട പേരുകളിലേക്കും ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഇദ്ദേഹത്തിന് എല്ലാവരും കാണാൻ വരുന്നത്? ഇങ്ങനെ പേരുകൾ കിട്ടിയ ഒരാളെ നോർമലി എല്ലാവരും എന്താ പറയുക, മോശ അവസ്ഥയിലാണ് കാണുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനിങ്ങനെ ഇത്രയധികം ആൾക്കാർ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ നമ്മളവിടെ അഭിമാനത്തോടെ ഇരിക്കുന്നതിന്റെ കാരണം ഇവിടെ ഏതു മതക്കാർക്കും വരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു അഭിമാനം. അപ്പൊ നമ്മളുടെ മതവുമല്ല ഇത്, ഈ എതിർക്കുന്ന ആൾക്കാരുടെ മതം വേറെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിൽ ഇരിക്കുന്ന ഒരാളെ വളരെയധികം വൈബ്രേറ്റഡ് ചെയ്യപ്പെട്ടാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ടു പോയി ഇതൊരു വർഗീയ തരത്തിലുള്ള കാര്യമാക്കി മാറ്റിയാൽ അത് കണ്ടുചിരിക്കാനുള്ള ഒരു സന്തോഷത്തിലേക്ക് ചിലപ്പോൾ മാറും. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതു മതമായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യന്മാരാണ് ഇവിടെ ശരിക്കും ആക്ച്വലി ഉള്ളൂ. അപ്പൊ അതൊക്കെയും നമ്മളിത് ഇത്രയും സന്തോഷത്തോടെ പറയാൻ കാരണം നമുക്ക് എല്ലാ നിയമങ്ങളുടെയും സപ്പോർട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പൊ എനിക്ക് ആരെ വേണമെങ്കിലും സഹായിക്കാം, ഏതു മതത്തിലുള്ള ആൾക്കാരെ വേണമെങ്കിലും സഹായിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന എങ്ങനെയാ? പണക്കാരന്റെ കൈകളിൽ ഒരുപാട് പണം ഉണ്ടാവും, അവന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അവര് സ്വാമിയോടുള്ള അല്ലെങ്കിൽ എന്നോടുള്ള അടുപ്പത്തിന്റെ പുറത്ത് ദക്ഷിണകളായിട്ടോ പാരിതോഷികങ്ങളായിട്ടോ നമ്മളോടുള്ള ആ ഒരു ആദരവിന്റെ പേരിൽ
നമ്മൾ എടുത്ത് സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടുമ്പോൾ അത് അർഹരായിട്ടുള്ള പല വ്യക്തികളിലേക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ലീഗൽ ഉണ്ടാവണം, നിയമപരമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാവണം. അങ്ങനെ നമ്മൾ 3 വർഷമായിട്ട് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പോകുന്ന ഒരു മഠമാണിത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരാൾ കയറി വന്ന അപ്പൊ തന്നെ നിങ്ങൾ ഇന്ന വഴിപാട് ചെയ്യുമെന്ന് പറയാനായിട്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഇവിടെ ഹോമമായാലും പൂജകളായാലും പൈസ ഉണ്ടായാലും പൈസ ഇല്ലാത്തവനും നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് അവർക്ക് പൂജകളിലും ഹോമങ്ങളിലും പങ്കെടുക്കാനും അവർക്ക് ദൈവികപരമായിട്ടുള്ള അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത അത് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ചിലപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കൂടുതൽ ഇതിന്റെ ഭാഗമായി അവർക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാവാണ്, അവർക്കത് ഫീൽ ചെയ്യാണ്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ എന്താണ്, അവരത് മൗത്ത് പബ്ലിസിറ്റി നടത്തും. അപ്പൊ ഇവിടെ ആൾക്കാർ വരും, അവരെന്നെ കാണാനായിട്ട് വരുന്നത്. എന്നിട്ട് അവർക്ക് ആ കണ്ടുപോകുമ്പോൾ നമ്മളുടെ മഠത്തിലെ സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ അവർ സ്വാമിയെ കാണാനും വരും. അല്ലാതെ ഇതൊരു അമ്പലമല്ല, ഒരു ക്ഷേത്രമല്ല, നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുന്നു. ചിലവർക്കത് ആവശ്യമാവാം, ചിലവരത് സ്വീകരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അവരതിന്റെ ഭാഗമായിട്ട് വരും. ഇപ്പോ ഒരു ക്രിസ്തീയ വിശ്വാസമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കും, മുസ്ലിം വിശ്വാസത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കും, ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കും. ഇതിന് ഹിന്ദുക്കള് എല്ലാവരും ക്രിസ്തീയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ ആൾക്കാർ മുഴുവൻ മുസ്ലിമിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല മുസ്ലിംസ് അത് ചെയ്യുന്നത്. അത് അവരുടെ വിശ്വാസത്തെ അവർ അഭിമാനത്തോടെ കൂടി പറയുന്നു എന്ന് മാത്രം. നമ്മളിപ്പോ എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലും ഒരു അച്ഛന്റെ അമ്മയുടെയും മകനായിട്ടാവും ജനിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ അച്ഛൻ ഇന്നതാണ്, നമ്മുടെ അച്ഛനേക്കാളും ഭംഗിയുള്ള വേറൊരു അച്ഛനെ കണ്ടാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, അമ്മേനെ കിട്ടിയാൽ നമ്മൾ വേറെ സ്ഥലത്ത് പോകാൻ പറ്റില്ല. നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പൊ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അച്ഛനെ കുറിച്ച് അഭിമാനമായിട്ട് പറയും. അച്ഛൻ ഏതാണോ മതമുള്ളത് അത് നമ്മൾ സ്വീകരിക്കുന്നു. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. ഞാൻ വേറൊരു മതത്തിലുള്ള ഒരാളുടെ ആളായിരുന്നെങ്കിൽ ആ പേരിലായിരിക്കും, ആ ഒരു സംവിധാനമായിരിക്കും. അല്ലാതെ ഇന്ന മതം സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നോർമലി ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും അവരുടെ മതത്തിൽ വളരെയധികം നല്ല രീതിയിൽ വിശ്വസിക്കുകയും അവർ വളരെ സമൂഹത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ എനിക്ക് വീട്ടിലേക്ക് വരണ്ട, എന്നെ കാണാൻ പാടില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആവശ്യമുള്ളവർ നമ്മുടെ അടുത്ത് വരും, അവരോട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണ് എന്നെ സംബന്ധിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ വിജയങ്ങളിലേക്ക് പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം മാറുന്നതിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നിയത് കൊണ്ട് അതിൽ എന്താണ് ഷെറിന് ഇത്രയും പ്രത്യേകത, ഷെറിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യത്തിലധികമുള്ള എല്ലാ നാണക്കേടുകളും ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ല സഹായം, നമുക്കൊരു പേര് നഷ്ടപ്പെട്ടു, പിന്നെ ആ പേരുണ്ടാക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മോശപ്പെട്ട ആളെന്ന് പലരും പറയും, നല്ല ആൾക്കാരെന്ന് പലരും പറയും. അപ്പൊ നല്ല ആൾക്കാരെന്ന് ആരാണോ പറയണ അവരുമായിട്ട് നമ്മൾ സഹവാസം ഉണ്ടാക്കുക. എല്ലാവരും നമ്മളെ നല്ലതെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഭിമാനമായിട്ട് തന്നെ മഠത്തിലേക്ക് ആർക്കും വരാം, കടന്നു വരാം. നമുക്ക് ഒരുമിച്ച് വിജയിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും വിജയിക്കട്ടെ.